2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ജീവൻ മരണ പോരാട്ടം നടക്കാൻ പോകുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു പോരാട്ടമാണ്. പാർട്ടിക്കുള്ളിൽ പോലും അത് ഒരുപക്ഷെ കൈവിട്ടു പോയാൽ പരസ്പരം കുറ്റപ്പെടുത്താനും പഴി കേൾക്കാനും പലരും ഇടയാകുമെന്നുള്ളതാണ്. 2011 മുതൽ തുടർച്ചയായി വിജയിച്ചു വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്. 2021 വരുമ്പോൾ അതിശക്തമായ മത്സരം നടന്ന ഒരിടമാണ്. BJPയുമായിട്ട് ഒരു 3000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ശ്രീധരനെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഷാഫി പറമ്പിൽ വിജയിച്ചു വന്നു. ഷാഫിയുടെ വടകരയിലേക്കുള്ള ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള പ്രവേശത്തോടു കൂടിയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും രാഹുൽ മാങ്കൂട്ടം വൻ ഭൂരിപക്ഷത്തിൽ കുതിച്ച് കോൺഗ്രസിൻ്റെ നില ഉയർത്തുകയും ചെയ്തത്. BJP എന്നാലും ഏറെ നോട്ടമിട്ടിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി അവരുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലൊക്കെ തന്നെ BJPക്കൊരു സ്ഥാനവും ഉള്ളതാണ്. BJP പല പ്രധാനികളുടെയൊക്കെ പേര് പോലും കൃഷ്ണകുമാർ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദൻ്റെ പേരും ഒക്കെ അവിടെ ഉയരുന്നുണ്ട്. ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ അവിടെ മത്സരിക്കും ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും കോൺഗ്രസ് പാർട്ടി മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വവും നൽകുന്നതിനും മാങ്കൂട്ടത്തിനെ എതിർക്കുന്നതിലും 3 പേരാണ് പ്രധാനികൾ. 1 VD സതീശൻ, 2 രമേശ് ചെന്നിത്തല, 3 K മുരളീധരനുമാണ്. അതിശക്തമായ എതിർപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിന് പാലക്കാട് മണ്ഡലം നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദികളാകേണ്ടി വരുന്നത് ഈ 3 പേരുമായിരിക്കും എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. മാങ്കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഷാഫി പറമ്പിൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ച് മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിച്ച പത്തനംതിട്ടക്കാരനായ ചാനൽ ചർച്ചകളിൽ മാത്രം തിളങ്ങി നിൽക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഒട്ടുമേ ഇറങ്ങാത്ത, ജനകീയ പ്രശ്നങ്ങൾ എന്താണ് എന്നറിയാത്ത ഒരു അഭ്രപാളികളിൽ മാത്രം നിൽക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പറയുന്നത്, ഷാഫി പറയുന്നത്, പാർട്ടി ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി ചേർത്ത് നിർത്തുക. നിങ്ങൾ MLA പദവി നിലനിർത്തണമെന്നില്ല, സ്ഥാനാർത്ഥിത്വം കൊടുക്കണ്ട, പാർട്ടിയിൽ മറ്റ് ഭാരവാഹിത്വവും നൽകണ്ട, പക്ഷെ പ്രാഥമിക അംഗത്വം കൊടുത്ത് പാലക്കാട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക എന്നാണ് പറയുന്നത്. ഒരു ഈ പാർട്ടിയിലൂടെ, ഈ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന മാങ്കൂട്ടം യാതൊരു കാരണവശാലും കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല എന്നുമാണ് ഷാഫി പറമ്പില് പറയുന്നത്. അതിശക്തമായിട്ട് ഷാഫി ഇക്കാര്യത്തിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ മേൽ ഒരു തിരിച്ചടി നടത്തുകയുണ്ടായി. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും K മുരളീധരനും എതിരായിട്ട് തന്നെ. കാരണം അവർ 3 പേരുമാണ് ഈ മാങ്കൂട്ടത്തിന് എതിരെ എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നത്. ഈ അവസരത്തിൽ മാങ്കൂട്ടം എത്ര അനഭിമതനാണെങ്കിലും BJP ഇതിനിടയ്ക്ക് മാങ്കൂട്ടത്തിനെ റാഞ്ചിക്കൊണ്ടുപോകാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അത് നമ്മൾ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടിയിൽ തഴയപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ജനകീയനായാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ BJP ചൂണ്ടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഒരു ചർച്ച പോലും BJP കേന്ദ്രങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ പാലക്കാട് ആരെ കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്നുള്ളത് ഉയരുന്നുണ്ട്. സന്ദീപ് വാര്യരുടെ പേര് ഉയരുന്നുണ്ട്. പക്ഷെ സന്ദീപ് വാര്യർ പാലക്കാടിനേക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഒന്നുകിൽ തൃശ്ശൂരോ അല്ലെന്നുണ്ടെങ്കിൽ തവന്നൂരിലോ ആണ്.
തവനൂരിലാകുമ്പം ഈ ലീഗിൻ്റെ ഒരു പിൻബലം കൂടി കിട്ടുമല്ലോ, വളരെ സുരക്ഷിതവുമായിരിക്കും എന്നാണ് സന്ദീപ് വാര്യർ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഈ 26 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒരു വളരെ നിർണായകമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു യുവനേതാക്കളുടെ ഇടയിലുള്ള ഭാവി തീർച്ചപ്പെടുത്തുന്ന ഒരിടം കൂടിയായി തീർന്നിരിക്കും പാലക്കാട് മണ്ഡലം. കാരണം പാലക്കാട് തൊട്ട് പിന്നാലെ വരുന്നത് BJP ആണ്. BJP അതിശക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. ശ്രീധരൻ 2021 വിജയിച്ചു എന്ന് വരെ കണക്ക് കൂട്ടിയ ഇടമാണ്. അവിടെയാണ് ഷാഫിയുടെ ഒരു 3000-ലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ ഒരു തിളക്കമാർന്ന ഒരു വിജയം നേടിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആ പാലക്കാട് മണ്ഡലം ഇവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് തെളിയാൻ പോകുന്നത്. മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് യോജിപ്പും വിയോജിപ്പും ഉള്ളവരും ഒക്കെ ഉണ്ട് പാർട്ടിക്ക് അകത്തായാൽ പോലും. അപ്പോൾ മാങ്കൂട്ടത്തിനെ എത്ര ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയേണ്ടത്. മാങ്കൂട്ടം ഒരിക്കലും ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ചാനൽ ചർച്ചകളിൽ മാത്രം വന്നിരിക്കുന്ന, വളരെ സിംപിളനായിട്ട് വന്നിരിക്കുന്ന ഒരാൾ മാത്രമാണ്, വാചക കസർത്ത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ മറ്റൊരു തരത്തിലുള്ള ജനകീയ പിന്തുണ ഇല്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇവിടെ പാലക്കാട് ഒരു വലിയ തിരിച്ചടി ഇവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അത് അങ്ങനെ പാലക്കാട് ഇവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനെ ചൊല്ലി പാർട്ടിക്കകത്ത് കലഹോ ഉറപ്പാണ്. കാരണം ഷാഫി പറമ്പിൽ അതിശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് കൈവിട്ടു പോയാൽ, കാരണം 2011 മുതൽ തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. അപ്പോൾ അത് കൈവിട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ ഈ പ്രധാനപ്പെട്ട ഈ 3 വമ്പന്മാർ തന്നെ ആയിരിക്കും. VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ആയിരിക്കും. അങ്ങനെ കാരണം പാർട്ടിക്ക് നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം അല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഷാഫി വാദിച്ചു കൊണ്ടുവരുന്നത്. ഷാഫി പറമ്പിൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷകനാണ്, തിരികെ അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ മുതിർന്ന നേതാക്കൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് പോയതും ഷാഫിയെ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ പാർട്ടിക്കകത്ത് ഒരു അന്തഛിദ്രം ഉണ്ടാക്കാൻ ഈ ഷാഫി പറമ്പിലിൻ്റെ ഈ പ്രസ്താവനയും അത്തരത്തിൽ മാറുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ളതാണ്. ഒന്നുകിൽ അധികാരത്തിലേക്ക് എത്തുക കോൺഗ്രസ് നയിക്കുന്ന UDF, അല്ലെന്നുണ്ടെങ്കിൽ ഈ 26 അധികാരത്തിലെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മുന്നണിക്ക് തന്നെ വലിയ ദോഷമായിട്ട് ഭവിക്കും. കോൺഗ്രസ് തന്നെ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിണറായി വിജയൻ പറയുന്നുണ്ട് 100-നും മേലെ ഞങ്ങൾ സീറ്റ് പിടിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരും എന്നൊക്കെ പറയുമ്പോഴും ഇത് കോൺഗ്രസിന്റെ ഭാവിയാണ് തീരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ് പാലക്കാടും എന്ന് തെളിയുകയാണ്. എന്തായാലും അനഭിമതനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും BJP ഈ മാങ്കൂട്ടത്തിന് വേണ്ടി പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.